എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. 140-ൽ 102 സീറ്റുകൾ എന്ന വമ്പിച്ച ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയിട്ടും ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന LDFനെ തൂത്തെറിഞ്ഞിട്ടും ഒരാഴ്ച പിന്നിടുമ്പോൾ കേരളം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി? സത്യപ്രതിജ്ഞ നടക്കേണ്ട സ്ഥാനത്ത് ഗ്രൂപ്പ് വഴക്കും ചർച്ചകളും നടക്കുന്നു. 3 പേരാണ് പ്രധാനമായും ഈ മത്സരരംഗത്തുള്ളത്. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ, പ്രചരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, പിന്നെ അവസാന നിമിഷം അപ്രതീക്ഷിതമായി കടന്നുവന്ന AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇതിൽ KC വേണുഗോപാലിന് വേണ്ടിയാണ് ഭൂരിപക്ഷം MLA-മാരും ബാധിക്കുന്നത് എന്നാണ് അറിയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയത്തിന് ശേഷവും കോൺഗ്രസിന് ഒരു നേതാവിനെ കണ്ടെത്താൻ സാധിക്കാത്തത്? ആരാണ് ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദി? നമുക്കൊന്നത് പരിശോധിക്കാം. 10 വർഷത്തെ ദുർഭരണത്തിൽ ജനം പൊറുതിമുട്ടിയിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഒരു പ്രത്യേക നേതാവിനെ ഉയർത്തിക്കാട്ടിയല്ല UDF വോട്ട് ചോദിച്ചത്, മറിച്ച് ഭരണമാറ്റം അനിവാര്യമാണെന്ന ബോധം ജനങ്ങൾക്കുണ്ടായിരുന്നു. വലിയ വാഗ്ദാനങ്ങളോ സാമ്പത്തിക പാക്കേജുകളോ മുന്നോട്ട് വെച്ചില്ലെങ്കിൽ പോലും ഇക്കുറി UDF ജയിക്കുമായിരുന്നു. അത്രത്തോളം ശക്തമായിരുന്നു ഭരണവിരുദ്ധ തരംഗം. ഫലം വന്നപ്പോൾ 105 സീറ്റുകൾ ഭരണപക്ഷത്തിനെതിരെ പോയി. UDFന് 102-ഉം BJPക്ക് 3-ഉം. എന്നാൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കാണിക്കുന്ന ഈ അങ്കലാപ്പ് തെളിയിക്കുന്നത് ഒന്നേയുള്ളൂ: ഇത്ര വലിയൊരു വിജയം അവർ സ്വപ്നം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതീക്ഷിക്കാത്ത അധികാരം കയ്യിൽ വന്നപ്പോൾ അത് പങ്കിട്ടെടുക്കുന്നതിലെ തർക്കമാണ് ഇന്ന് കേരളം കാണുന്നത്. ഈ വൈകലിന് പ്രധാന കാരണക്കാരൻ KC വേണുഗോപാലാണെന്ന് പറയേണ്ടി വരും. സതീശനും ചെന്നിത്തലയും തുടക്കം മുതൽ രംഗത്തുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ശക്തരായ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി തന്നെ സഭയിലെത്തിയവരാണ്. എന്നാൽ KC വേണുഗോപാൽ MLA പോലുമല്ല. ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്: KCക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയില്ലേ? തീർച്ചയായും ഉണ്ട്. നീണ്ട കാലത്തെ പാർലമെന്ററി പരിചയം, കേന്ദ്രമന്ത്രി പദം, ഹൈക്കമാൻഡിലെ സ്വാധീനം, ഇതൊക്കെ അദ്ദേഹത്തിന് ആ അർഹത നൽകുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു അയോഗ്യത ഉണ്ടായിരുന്നു. അത് കൽപ്പിച്ചതും ഹൈക്കമാൻഡാണ്. MP-മാർ ആരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നതായിരുന്നു ആ തീരുമാനം. K സുധാകരനും അടൂർ പ്രകാശും MK രാഘവനുമെല്ലാം മത്സരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഈ നിയമം പറഞ്ഞ് അവരെയെല്ലാം മാറ്റി നിർത്തി. ഇവിടെയാണ് വൈരുദ്ധ്യം. MP-മാർ മത്സരിക്കേണ്ട എന്ന നിയമം എഴുതിയ ഹൈക്കമാൻഡ് സമിതിയിലെ പ്രധാനി KC വേണുഗോപാലാണ്. മറ്റുള്ളവർക്ക് ബാധകമായ നിയമം തനിക്ക് മാത്രം ബാധകമല്ല എന്ന് KC ചിന്തിക്കുന്നിടത്ത് രാഷ്ട്രീയമായ ഇന്റഗ്രിറ്റിയാണോ? തിരഞ്ഞെടുപ്പിന് മുൻപ് എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കൂ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഇതേ വ്യക്തി ഇപ്പോൾ MLA-മാരെ കൊണ്ട് സ്വന്തം പേര് പറയിപ്പിക്കുന്നത് എന്ത് രാഷ്ട്രീയ മര്യാദയാണ്? സാധാരണ വോട്ടർ വോട്ട് ചെയ്തത് ഒന്നുകിൽ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്ന് കരുതിയാണ്. ജനങ്ങൾ കാണാത്ത, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ നൂലിൽ കെട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇറക്കുന്നത് ജനവിധിയോടുള്ള വെല്ലുവിളിയാണ്. KC വേണുഗോപാൽ നേരത്തെ സീനിയർ നേതാക്കളെ മത്സരിക്കാൻ അനുവദിക്കാതിരുന്നത് തന്റെ വഴി സുഗമമാക്കാൻ വേണ്ടിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ പോലും അവരെ കുറ്റം പറയാൻ കഴിയില്ല. അധികാര ദുർവിനിയോഗം എന്നോ രാഹുൽ ഗാന്ധിയുടെ ഫേവറിറ്റിസം എന്നോ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇത് പാർട്ടിക്കോ KCക്കോ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യില്ലെന്ന് ഉറപ്പാണ്. KCക്ക് വേണ്ടി വാദിക്കുന്നവരോട് ഒരു ചോദ്യം: സതീശനും ചെന്നിത്തലയ്ക്കും എന്ത് അയോഗ്യതയാണുള്ളത്? 5 വർഷം പ്രതിപക്ഷ നേതാവായി തിളങ്ങിയ ആളാണ് VD സതീശൻ. 25 വർഷം തുടർച്ചയായി MLA. മറുവശത്ത് രമേശ് ചെന്നിത്തലയാവട്ടെ 22 വർഷം MLA, 14 വർഷം MP, 9 വർഷം KPCC പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി. ഇത്രയും അനുഭവ സമ്പത്തുള്ളവരെ മാറ്റി നിർത്തി എന്തിന് പുറത്തുനിന്നൊരാൾ വേണം? 63 സ്വന്തം MLA-മാരുള്ള കോൺഗ്രസിന് അവരിൽ ഒരാളെ നേതാവായി കാണാൻ കഴിയുന്നില്ലേ? ഇനി 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിന് വഴങ്ങി സതീശനെയോ ചെന്നിത്തലയോ പ്രഖ്യാപിക്കും. അപ്പോൾ KC പറയും, എനിക്ക് പണ്ടേ മോഹമില്ലായിരുന്നു, മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന്. അതല്ല, KC തന്നെയാണ് മുഖ്യമന്ത്രിയാണെന്നെങ്കിൽ അദ്ദേഹം പറയും, എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഹൈക്കമാൻഡും MLA-മാരും നിർബന്ധിച്ചു, അതുകൊണ്ട് ഞാൻ ശിരസ വഹിക്കുന്നു എന്ന്. പക്ഷേ ഒന്നോർക്കുക, ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കുക എന്നത് ചെറിയ കാര്യമല്ല. ജനങ്ങൾ വോട്ട് ചെയ്തത് 10 വർഷത്തെ ദുർഭരണം മാറാനാണ്. അണികൾ നേതാവിനെ തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കേരളം ഒരു മികച്ച മുഖ്യമന്ത്രിയെ അർഹിക്കുന്നു. ഈ പ്രതിസന്ധി നാളെ തന്നെ തീരുമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. താങ്ക് യു.